കാരണം ഡെയിലി ബേസിസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് ഇതുപോലെ പിള്ളേരുടെ വരുന്നുണ്ട്, ചേട്ടാ ഐ നോ ഞാൻ ഗേ ആണ്, പക്ഷെ എനിക്ക് വീട്ടിൽ എങ്ങനെയാ പറയണ്ടേന്ന് അറിയില്ല. പറഞ്ഞ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങള് എപ്പോഴാണോ നിങ്ങളൊരു സ്റ്റേബിൾ ആവുന്ന ഒരു ഇൻകം വരുന്നെങ്കിൽ പറയണമെന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ഇല്ല, don't tell. ഞാൻ ഒന്നും പറയണ്ട. You are not interested. You need. You have. See, marriage or sex is the not destination of the life. Am I correct? Yes. നമുക്ക് നമ്മൾ ചെയ്യുന്ന പണി കുറെ ഉണ്ടോ? അല്ല, പക്ഷെ എല്ലാവർക്കും ഇപ്പം ഒരു പെൺകുട്ടിക്ക് ഒരു ആളുടെ ഒപ്പം റിലേഷനായി ജീവിക്കാനുള്ള ആഗ്രഹം പോലെ ഈ പറയുന്ന ഗേക്കായാലും ലെസ്ബിയനായാലും അവരും ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അത് കുറെ ആളുകൾ കൊണ്ട് അവർക്ക് അതെല്ലാം മറിച്ച് ഈ ഓരോ കപ്പ് ചായയുടെ വേണ്ടി മൊത്തം കട വാങ്ങിക്കുന്ന ആവശ്യം. ഇത് വേറെ ഒറ്റ പീസ്. ഞാനൊരു കോമൺ ആയിട്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞു, ഓരോ ചായയുടെ വേണ്ടി മൊത്തം ചായക്കട വാങ്ങിക്കണ്ട. ഇന്ന ആവശ്യത്തെ കൊച്ചിയില്, നാളെ തൃശ്ശൂരില്, മറ്റന്നാളെ തിരുവനന്തപുരത്തില്. Let your life be happy and explore. ചുമ്മാ തമസ പറഞ്ഞു. At least everyone have dream. എനിക്കും ഇപ്പൊ വയസ്സിൽ എനിക്ക് കല്യാണം കഴിക്കും. ഈ പറയുന്ന ജാനു വലിയൊരു റിലേഷനിലായിരുന്നു, അതിന് വേണ്ടി ഇല്ലേ അത്രയും ഉണ്ടായിരുന്നു. അത് ബ്രേക്കപ്പ് ആയതുകൊണ്ട് ഇപ്പം ഇങ്ങനെ പരാഗണിച്ച് നടക്കുന്നുള്ളൂ. he got married. കല്യാണ ദിവസം എനിക്ക് ഇൻസ്റ്റാഗ്രാമില് ഞാൻ കണ്ടിട്ട് ആ കല്യാണ ദിവസം രാത്രി അവരെ വിളിച്ചിട്ട് എനിക്ക് അറിയില്ല ഇത് നടക്കാൻ പോയില്ല പറഞ്ഞിട്ട്. ഞാൻ വിശ്വസിച്ച് ഈ കല്യാണം നമ്മളുടെ സെക്കൻഡ് രാത്രി പോണല്ലേ SMS കല്യാണം എപ്പോഴും രാത്രിയാണ്. സോ അവനെ വിളിച്ച് ഇറങ്ങാൻ മുന്നേ അവരെ വിളിച്ച്, എനിക്കറിയില്ല കല്യാണം. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ പണി ഇതന്നെ, അവൻ എന്താ പറ്റി ചോദിച്ച് സംസാരിക്കും. ചിലപ്പോൾ എനിക്ക് 2 ദിവസം മുഖം അത്ര വലുത് ആയിട്ട് ഞാൻ ഇരിക്കുന്നത്, എന്റെ മൂഡ് ഓഫ് ആണ്. ഭവിച്ചിട്ടുന്നു എന്റെ ഫാമിലി ഫ്രണ്ട് ഉണ്ട്. ഹീസ് ലൈക്ക് മൈ ഓൺ ബ്രദർ ആൻഡ് ഹീസ് ലൈക്ക് എ മെന്റർ. സോ ഭവിച്ചിട്ടിന് ഹീസ് ഹിന്ദി ഈസ് വെരി കോമഡി. ഭവിച്ചിട്ട് വന്നിട്ട് ഏയ് തുമക്കോ ക്യാ ഹോ ഗയാ 3-4 ദിവസം ചോദിച്ചിട്ടിരിക്കുന്നത്. ഞാനും എനിക്ക് ദേഷ്യം വന്നിട്ട് എന്താണ് അതിന്, because it's a long, like from 2011. Then he was searching, something happened. എവിടെയാ കല്യാണം ഫോട്ടോ കണ്ട് വീട്ടിൽ വന്നിട്ട് ഇതാണല്ലേ എനിക്ക് പിന്നെ എവിടെയാ ഞാനൊരു ഫോട്ടോ ഫ്രെയിം തുമക്കോ ദിഖായേഗാ, we have a photo frame also. പിന്നെ അതൊക്കെ പോയി. പക്ഷെ that time it was like we are small, no, younger love, you everything. So ipo angane onnilla. If you have a destiny, everything will get it. അല്ലെ, മാരേജിനെ പറഞ്ഞപ്പോ അതിന്റെ കൂടെ ഞാൻ ഒരു പോയിന്റ് ആണ്. ഇപ്പൊ ഒരാള് വെഡിങ് ചെയ്യുമ്പോ അവരുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു മൊമെന്റ് എന്ന് കൺസിഡർ ചെയ്യുന്നവരുണ്ട്. നമ്മളിപ്പോ ഒരു വെഡിങ് ഇൻവിറ്റേഷൻ, അതെ. ഇപ്പൊ ചിലപ്പോ ഒരു പെൺകുട്ടിക്ക് ജോലി കിട്ടി ഇത്ര കൺഗ്രാജുലേഷൻ വരില്ല, ഒരു സേവ് ദ ഡേറ്റ് ഇട്ട ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ വരും. അല്ല, വിച്ച് ഇസ് ഗുഡ്, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു കണ്ടില്ല നമ്മളുടെ അതിലോട്ട് ഞാൻ വരുന്നേ. അപ്പം ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു ഗേ കപ്പിള് മാരീഡ് ആയി, അവരുടെ ഏറ്റവും ഒരു ബിഗ് ഡേ ആണ്. അതിന്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോ അടിയിൽ കമന്റ് മൊത്തം ഈ അവരെ ശപിക്കണ പോലത്തെയാണ്. അപ്പൊ അവരുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡേയിൽ അവർക്ക് എത്ര വിഷമം ഉണ്ടാവും. അവർക്കൊരു ഇതുണ്ടാവും. ഞങ്ങളുടെ കല്യാണം ഇറ്റ് വാസ് നോട്ട് എ റിയൽ മാരേജ്, അതൊരു ഷൂട്ടായിരുന്നു. ആ ഷൂട്ടിന് ഇനി ഇപ്പൊ അത് റിയൽ ആയിരുന്നെങ്കിൽ ജാനുവിന് ശരിക്കും എത്ര വിഷമായിരുന്നു. ശരിക്കും കല്യാണം കഴിക്കുകയാണെങ്കിൽ നിന്നെ പോലെ ഇതാണോ അത് ഇതെന്ന് പറഞ്ഞു. എനിക്കൊരു വിഷമം വരുന്നില്ല. പല ആൾക്കാർ തിരിച്ച് എനിക്ക് പ്രാക്ക് കൊടുക്കുന്ന അറിയാം. ഓൾറെഡി ആൾക്കാർ എനിക്ക് പേരെ തന്നിട്ടുണ്ടോ പ്രാക്ക് റാണി. ഉപമ ഞാൻ ഇങ്ങോട്ട് എടുക്കണില്ല, അത് വേറൊരു ഇതാണ്. അതെ, ചെറുപ്പത്തിലെ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഇപ്പൊ ആൾക്കാർ വന്ന് കളിയാക്കുമ്പോ അല്ലെങ്കിൽ നെഗറ്റീവ് പറയുമ്പോ ഇത്ര സില്ലി ആയിട്ട് അല്ലെങ്കിൽ ഇത്ര ഭയങ്കര ചിരിച്ചോണ്ട് അതിനെ നേരിടാൻ ചെറുപ്പം മുതലേ അത് ചെറുപ്പം മുതലേ മാത്രമല്ല, നമുക്ക് കേട്ടല്ലേ ആയിക്കോട്ടെ അത്ര ഫീലിങ്സ് വരില്ലേ. ഒരു ടൈം നമ്മള് കിട്ടിക്കും ആ കിട്ടായ പോട്ടുള്ളൂ, പിന്നെന്താ അങ്ങനെയാണ്. എനിക്ക് സത്യം പറഞ്ഞ ഞാൻ ലൈഫില് കുറെ പഠിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഒന്നും സീരിയസ് ആയിട്ട് ഇടില്ല. ഒബ്വിയസ്ലി എൻ്റെ ലൈഫിലെ കുറെ പ്രശ്നങ്ങളുണ്ടോ, ഇപ്പോഴും ഉണ്ടോ, പേഴ്സണലി ഉണ്ടോ, കാര്യങ്ങൾ ഞാൻ ഈവൻ ഞാൻ ഫാമിലിയുടെ കൂടെ പോലെ ഞാൻ അമ്മാച്ചനക്ക് ഷെയർ ചെയ്യില്ല. ഞാൻ ഒറ്റയ്ക്ക് വിഷമമുണ്ട്